തൃശ്ശൂർ പൂരത്തിൻ്റെ തലേദിവസത്തെ വിശേഷങ്ങളാണ് ഈ വീഡിയോയിൽ. രാവിലെ 8:30 തന്നെ ഞങ്ങൾ വടക്കുനാഥൻ്റെ പടിഞ്ഞാറേ നടയിലെത്തി. ചെറിയൊരു ചാറ്റൽ മഴയുണ്ടായി. അവിടെ നിന്ന് നേരെ പാറേമക്കാവിൻ്റെ ചമയപ്രദർശനം നടക്കുന്ന അഗ്രശാലയിലെത്തി. രാവിലെ 10 മണിയോടെ തന്നെ ചമയപ്രദർശനം ആരംഭിച്ചു. നാളെ നടക്കാനിരിക്കുന്ന കുടമാറ്റത്തിന് ഉപയോഗിക്കുന്ന കുടകളെല്ലാം അവിടെ വെച്ചിരുന്നു. ഏത് കുടയാണ് ഭംഗിയെന്ന് ചോദിച്ചാൽ കൃത്യമായി പറയാൻ പറ്റാത്ത രീതിയിൽ എല്ലാ നിറത്തിലുമുള്ള കുടകൾ അവിടെ ഉണ്ടായിരുന്നു. വ്യത്യസ്തമാർന്ന നിറത്തിലും ഡിസൈനിലുമുള്ള നിരവധി കുടകൾ അവിടെ വെച്ചിരുന്നു. ഇതിനോട് ചേർന്ന് തന്നെയാണ് ആലവട്ടവും വെഞ്ചാമരവും നെറ്റിപ്പട്ടവും എല്ലാം വെച്ചിരുന്നു. എല്ലാം നാളത്തെ പൂരത്തിന് വേണ്ടി ഉപയോഗിക്കുന്നതാണ്. ഇവയെല്ലാം പുതിയതാണ്. തൃശ്ശൂർ പൂരത്തിന് പഴയതായതൊന്നും ഉപയോഗിക്കില്ല. എല്ലാ വർഷവും പുതിയതായി നിർമ്മിക്കുന്ന കുടകളും നെറ്റിപ്പട്ടവും വെഞ്ചാമരവുമാണ് ഉപയോഗിക്കുക. ഇത് പാറേമക്കാവിൻ്റെ ചെറിയൊരു മോഡലാണ്. ഇത് സ്പെഷ്യൽ കുടകളുടെ വിഭാഗമാണിത്. സാമ്പ്രദായിക കുടകളും പുതിയ ഡിസൈനിലുള്ള കുടകളും എല്ലാം അവിടെ വെച്ചിരുന്നു. പാറേമക്കാവിൻ്റെ ചമയപ്രദർശനം കണ്ട് ഞങ്ങൾ നേരെ എക്സിബിഷൻ ഹാളിലേക്ക് പോയി. അവിടെ പുതുമയായി തോന്നിയ ഒന്നാണ് ഈ മൂൺ വോക്ക്. 8 മിനിറ്റായിരുന്നു ഈ ഷോയുടെ സമയം. കുറച്ചു നേരം അത് കണ്ടു. അതിനുശേഷം ഞങ്ങൾ അവിടെയുള്ള ബാക്കിയുള്ള സ്റ്റാളുകളിലൊക്കെ കയറി. അവിടെയുള്ള ബാക്കിയുള്ള സ്റ്റാളുകളൊക്കെ കണ്ട ശേഷം ഞങ്ങൾ തെക്കേ ഗോപുരനടയിലെത്തി. തെക്കേ ഗോപുരനട നല്ല മനോഹരമായി അലങ്കരിച്ചിരുന്നു. തെക്കോട്ടിറക്കത്തിനുള്ള സമയമായി തുടങ്ങിയിട്ടുണ്ടായിരുന്നു. നീതിലക്കാവ് ഭഗവതി തെക്കേ ഗോപുരനട തള്ളിത്തുറന്ന് പുറത്തു വരാൻ നിൽക്കുന്ന സമയമാണിത്. ഞാൻ ജീവിതത്തിൽ ആദ്യമായാണ് ഈ കാഴ്ച നേരിട്ട് കാണുന്നത്. ഞാൻ മാത്രമല്ല, അമ്മയാണെങ്കിലും മക്കളാണെങ്കിലും ആദ്യമായാണ് ഈ ഒരു കാഴ്ച നേരിട്ട് കണ്ടത്. അത് കാണാൻ കൂടിയിട്ടുള്ള വലിയ ജനസാഗരമാണ് അവിടെ ഉണ്ടായിരുന്നത്. ഇത് കണ്ട് ഞങ്ങൾ നേരെ തിരുവമ്പാടിയുടെ ചമയപ്രദർശനം കാണാൻ കൗസ്തുഭം ഹാളിലെത്തി. അവിടെയും തിരുവമ്പാടിയുടെ പ്രത്യേക തരത്തിലുള്ള നിറത്തിലും വർണ്ണത്തിലും ഡിസൈനിലുമുള്ള കുടകൾ അവിടെ പ്രദർശനത്തിന് വെച്ചിരുന്നു. തിരുവമ്പാടിയുടെ സ്പെഷ്യൽ കുടകളും അവിടെ വെച്ചിരുന്നു. ഇതൊക്കെ കണ്ട് ഞങ്ങൾ തിരിച്ചു പോന്നു.